നൽകാനുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെയും ദീനീ പഠനത്തിന്റെയും തലത്തിൽ ജീവിക്കുന്ന മുതഅല്ലിമുകൾ സ്കൂളിലെ പരീക്ഷ എഴുതുമ്പോൾ കൂടുതൽ മാർക്കുകൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? കേവലം സ്കൂൾ പഠനം മാത്രം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പഠിക്കുന്നവർ, ആഴ്ചയിൽ ഒരു ദിവസവും ഒഴിവില്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ ഏറെ ഒട്ടേറെ സമയം ദീനും ഖുർആനും ഫിഖ്ഹും പഠിച്ചുകൊണ്ട് 2-3 മണിക്കൂർ സമയം മാത്രം ദിനേന സയൻസും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിക്കുന്ന മുതഅല്ലിമുകളായ കുട്ടികൾ റെഗുലർ വിദ്യാർത്ഥികളെക്കാൾ ഏറെ മാർക്ക് വാങ്ങി മുന്നിലെത്തുന്നത് മതപഠനം കൊണ്ടും മതവിശ്വാസം കൊണ്ടും ലഭിക്കുന്ന മനസ്സമാധാനവും അതിലൂടെ ലഭിക്കുന്ന ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സ്പിരിച്വൽ പവർ, ആത്മീയമായ ശക്തിയും കൊണ്ടാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടെയും ആശങ്കയില്ല. പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷണത്തിലൂടെ വളർന്നവർക്ക് ആശങ്കയില്ല. പരീക്ഷകളെ നേരിടാനുള്ള മനസ്സുണ്ട്. പരീക്ഷകൾ വരുമ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിക്കണം. മാംസ്യ മത്സ്യ ആഹാരങ്ങൾ ഒഴിവാക്കണം. അമിതമായ ഭോജനം ഒഴിവാക്കണം. അമിതമായ ഉറക്കം പാടില്ല. എന്നാൽ കൂടുതൽ ഉറക്കൊഴിച്ച് പഠിക്കരുത്. പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നന്നായി ഉറങ്ങണം. അപ്പോഴാണ് പരീക്ഷാ ഹാളിൽ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇന്നും ഇന്നലെയും വാരി വിഴുങ്ങി വായിച്ചു തീർത്തത് കൊണ്ട് നാളെ പരീക്ഷാ ഹാളിൽ ഓർമ്മ വരില്ല. നന്നായി 2 ദിവസം ഉറങ്ങിയാൽ 1 വർഷം മുമ്പ് പഠിച്ച കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരും. മെഡിറ്റേഷൻ ചെയ്താൽ ഓർമ്മകൾ പഴയതു വരും. അത് നിസ്കാരമാണ്. സാധാരണ കാലങ്ങളിൽ ദുഹാ നിസ്കരിക്കാത്ത കുട്ടികൾ പരീക്ഷ വരുമ്പോൾ ദുഹാ കൂടി നിസ്കരിക്കണം. ഹദ്ദാദ് റാത്തി ബോധനം, അങ്ങനെയുള്ള ആത്മീയതയിൽ അധിഷ്ഠിതമായ മനസ്സിനെ ക്രമപ്പെടുത്തിയെടുക്കുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ്. അപ്പോൾ നല്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരികയും പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. സ്കൂളിലെ പഠനത്തിന് വേണ്ടി മാത്രമെല്ലാം നിർത്തിവെച്ച് ജമാഅത്ത് വേണ്ട, സുന്നത്ത് നിസ്കാരവും വേണ്ട, ഹദ്ദാദ് റാത്തിബും വേണ്ട, യാസീനോത്തും വേണ്ട, എല്ലാം ഫ്രീ ആക്കി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാറ്റി നിർത്തിയ ചില സ്കൂളുകളിൽ മർക്കസ് സ്കൂളും തമ്മിൽ കമ്പയർ ചെയ്തപ്പോ അങ്ങനെയെല്ലാം മാറ്റി നിർത്തിയ സ്ഥലങ്ങളെക്കാൾ ഏറെ വിജയം നേടാൻ മർക്കസിന്റെ കുട്ടികൾക്ക് സാധിച്ചത് ഈ സ്പിരിച്വാലിറ്റി കൊണ്ടാണ്. നമ്മെ ഏതു പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും ഏത് ഘട്ടങ്ങളിലും വിജയിപ്പിക്കുന്നതും നമുക്ക് സമാധാനം തരുന്നതുമെല്ലാം ഈ ഒരു വിശ്വാസമാണ്. ഇവിടെ നാം ആ ഒരു വിശ്വാസത്തിലൂടെ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നന്നായി പഠിച്ച് വിശ്രമിച്ച് വിജയിക്കുക. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. SSLC പരീക്ഷ സ്കൂളുകളിൽ തുടങ്ങിക്കഴിഞ്ഞു. CBSEയിൽ തുടങ്ങാൻ പോവുകയാണ്. ഹയർ സെക്കൻഡറിയുടെ പരീക്ഷയും തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷകൾ കഴിഞ്ഞാൽ പിന്നെ പഠനകാലമാണ്. അവധിക്കാലം എന്നത് നമ്മുടെ അജണ്ടയിൽ ഇല്ല. എഡ്യൂക്കേഷൻ ആൻഡ് വെക്കേഷൻ, അങ്ങനെ ഒരു വെക്കൽ നമുക്കില്ല. എപ്പോഴും എടുക്കൽ തന്നെയാണ്. ഈ എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. എഡ്യൂക്കേഷനിൽ നമുക്ക് വെക്കേഷൻ കാലം എന്നവർ വിളിക്കുന്നതിനെ പഠനകാലമായി നാം ഉപയോഗപ്പെടുത്തുകയാണ്. അതിന് മർക്കസ് ഇഹ്റാമിന്റെ കീഴിൽ വിവിധ പദ്ധതികളുണ്ട്. ഭാഷാ പരിശീലന സമഗ്ര പദ്ധതികളുണ്ട്. ത്വരിത ഗതിയിലുള്ള മറ്റു പഠനങ്ങൾക്ക് സോഫ്റ്റ് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പഠനങ്ങളുണ്ട്. മറ്റു പല പരിശീലനങ്ങളും ഉണ്ട്. അവധിക്കാലം നമുക്ക് സേവനത്തിന്റെയും കർമ്മ മണ്ഡലത്തിൽ പരിശീലിക്കുന്നതിന്റെയും എല്ലാം കാലമായി നാം ഉപയോഗപ്പെടുത്തണം. മർക്കസിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും കീഴിൽ വരുന്ന വിവിധ പദ്ധതികളും സമ്മേളനങ്ങളും എല്ലാം നമുക്ക് ആ കാലഘട്ടങ്ങളിലുണ്ട്. ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന ദിനങ്ങളിൽ നമുക്ക് അതിനെ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.